സംസ്ഥാനത്ത് കാലവർഷം ശക്തമാകുന്നു. കാസർഗോഡ് മുതൽ കോട്ടയം വരെയുള്ള 10 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴ മുതൽ തിരുവനന്തപുരം വരെ യെല്ലോ അലർട്ടും നൽകി. നാളെ കണ്ണൂരും കാസർഗോഡും റെഡ് അലർട്ടാണ്. ഞായറാഴ്ച വടക്കൻ ജില്ലകളിൽ റെഡ് അലർട്ടും ബാക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നൽകി. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകും. സനിസ, വീണ്ടും കാലവർഷം കനക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. എന്തൊക്കെ മുന്നറിയിപ്പുകൾ? അതെ ജിൽസി, സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഉള്ളത്. 10 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാക്കി വരുന്ന 4 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. അതുപോലെ തന്നെ 4ഓളം ഡാമുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിശക്തമായ മഴയെ തുടർന്ന് ഡാമുകളിൽ വെള്ളം ഉയർന്നതിനെ തുടർന്നാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ടയിലെ മൂഴിയാർ ഡാം, ഇടുക്കിയിലെ കല്ലാർ ഡാം, ലോവർ പെരിയാർ ഡാം, കല്ലാർകുട്ടി ഡാം എന്നീ ഡാമുകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഡാമുകൾക്ക് സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള മോശമായ സാഹചര്യങ്ങൾ വരുമ്പോൾ മറ്റൊരിടത്തേക്കോ അല്ലെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നിടത്തേക്കോ മാറി താമസിക്കാനുള്ള അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വരും ദിവസങ്ങളിലും ശക്തമായ അതിതീവ്ര മഴയ്ക്കുള്ള സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. വിവിധ ഇടങ്ങളിൽ നാളെ മുതൽ അങ്ങോട്ട് 14 മുതൽ 16 വരെ വിവിധ ഇടങ്ങളിൽ വിവിധ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ തീരദേശത്തുള്ളവർക്ക് മോശം കാലാവസ്ഥയ്ക്കും ഉയർന്ന തിരമാല ഉള്ള സാഹചര്യത്തിൽ തീരദേശ മേഖലയിലുള്ളവർക്കും അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഈ മഴ പെട്ടെന്ന് ഒരു ഇടവേളയ്ക്ക് ശേഷം മഴ ഇങ്ങനെ കനക്കാൻ കാരണം പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി വീശാൻ തുടങ്ങിയതും അതുപോലെ തന്നെ വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് സമീപത്ത് രൂപപ്പെട്ട ചക്രവാത ചുഴിയുമാണ് ജിൽസി. ശരി, സനിസ ശോഭാചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.